ഈ രാത്രിയുടെ യാമത്തിൽ വിവിധ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയാണ്. ഈ രാത്രിയിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും അനുഭവിച്ചായിരിക്കാം വന്നിരിക്കുന്നത്. അതിനേറ്റതായ ഒരു അനുഗ്രഹം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നാം പ്രാപിപ്പാൻ തക്കവണ്ണം എല്ലാവരും ഒരുക്കമുള്ളവരായി തീരണം. അതിൽ പ്രത്യേകം ഞാനൊരു വിഷയം ആദ്യമായി ഓർപ്പിക്കുന്നത്, നമ്മുടെ അപ്പച്ചൻ സിലോണിൽ പോയ ചില വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രത്യേക കാര്യം ഓർപ്പിച്ച, അതിൽ അതിപ്രധാനമായ ഒരു വിഷയം, ഒരാഴ്ച നടക്കുന്ന കൺവെൻഷൻ. ആ കൺവെൻഷൻ നടക്കുമ്പോൾ അനേക ഉദ്യോഗസ്ഥന്മാർ, IAS ഓഫീസേഴ്സ്, വലിയ ഉന്നത നിലവാരം ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ എല്ലാവരും ധാരാളമായി വന്നവിടെ കൂടി. അവരുടെ ഒറ്റ വ്യക്തികളുടെ കയ്യിലും മൊബൈൽ ഫോൺ അവർ കൊണ്ടുവന്നില്ല. അവരോട് അനേകർ ചോദിച്ച്, എന്താണ് ഇത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ഇത് കൊണ്ടുവരാഞ്ഞ്? ഒരാഴ്ച കാലം കർത്താവിൻ്റെ പാദപീഠത്തിലിരിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടല്ലാതെ ഒരു മൊബൈൽ ഫോണിൻ്റെയോ അന്യ ശബ്ദമോ ഞങ്ങളുടെ കാതുകളിൽ കേൾക്കണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട. ഹല്ലേലൂയ. കൊറിയയിൽ എല്ലാവരാലും അറിയപ്പെട്ട ഒരു സുവിശേഷകനാണ്. ലോകം മുഴുവനും അറിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം 3 ദിവസം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ തീരുമാനിച്ച്, ആ രാജ്യത്തിലെ പ്രസിഡന്റ് തന്നോട് വിളിച്ച് പല കാര്യങ്ങൾ സംസാരിക്കും, പല കാര്യങ്ങൾ വിളിച്ച് ചോദിക്കും, തൻ്റെ ഭരണ സംബന്ധമായ പല വിഷയങ്ങൾ ചർച്ച ചെയ്യും. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ 3 ദിവസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് മുഴങ്കാലിരിക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ പല പ്രാവശ്യം ബെല്ലടിച്ചിട്ട് താൻ അറിഞ്ഞില്ല. അവസാനം ഉദ്യോഗസ്ഥന്മാരെ വിട്ട്, എന്തുകൊണ്ട് ഇന്നാര മറുപടി തരുന്നില്ല, ഫോൺ എടുക്കുന്നില്ല? ഞാൻ കൊറിയൻ പ്രസിഡന്റാണ് വിളിച്ചത്, എന്തുകൊണ്ട് എൻ്റെ മൊബൈൽ എടുത്ത് എന്നോട് സംസാരിച്ചില്ല? അദ്ദേഹം പറഞ്ഞു, സകല മനുഷ്യനെയും, എന്നെയും നിങ്ങളെയും, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സകല ജ്യോതിർഗോളങ്ങളെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം എൻ്റെ പ്രസിഡന്റായി ഞാൻ ആ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനപ്പുറം ഒറ്റ വ്യക്തിയോട് ഇനി ഈ ദിവസങ്ങളിൽ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മുമ്പിൽ താൻ മിണ്ടാട്ടമില്ലാതെയായി. സകലത്തിനുടയവനായ ഒരു പ്രസിഡന്റ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നാം എത്ര ഭയഭക്തിയുള്ളവരായിരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ തിരുസന്നിധിയിൽ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിചാരിക്കും, അച്ഛൻ ഓർപ്പിച്ചല്ലോ ഓരോ മണിക്കൂർ, ഇതൊരു പ്രസംഗപീഠമല്ല, ഇന്നൊരു ഗംഭീര പ്രസംഗത്തിനുള്ള സമയമല്ല. എന്നാൽ സ്തോത്രം ചെയ്യിപ്പിക്കും, പ്രാർത്ഥനയുടെ വിഷയങ്ങൾ പറയും, തിരുവചനങ്ങളുടെ പ്രബോധനം ഓർപ്പിക്കും, ദൈവാത്മാവിന്റെ ഉദ്ദേശത്തിനൊത്തുവണ്ണം ദൈവീക ആലോചനകൾ പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടൊരു പ്രസംഗപീഠമായിട്ട് ഇന്നാരും കണക്കിലെടുക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇന്ന് അനുഗ്രഹത്തിന്റെ സമൃദ്ധി ദൈവം പകരുവാൻ പോകുകയാണ്. ഇതാഗ്രഹിച്ചുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സെന്ററുകൾ വിട്ട് അനേക ദൈവത്തിന്റെ ജനങ്ങൾ ഇന്ന് ഈ ഹാളിൽ ഇരിപ്പുമുണ്ട്. അവർ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവം തന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചന നമ്മുടെ കൂടി വെളിപ്പെടുത്തി തന്റെ ജനങ്ങളെ മുഴുവനും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം സർവശക്തിയുള്ള ദൈവമാണ്. ആയതുകൊണ്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് സ്തോത്രസ്തുതിയുടെ 1-2 വാക്യം വായിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. 100-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത്
മഹത്വമുണ്ടാകട്ടെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ആയത് നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ അരുമനാഥനായ കർത്താവിന് നാം അവന്റെ ആടുകളാണ്. അവന്റെ ശബ്ദം കേൾക്കുവാൻ വന്നിരിക്കുന്നു. ആ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ശബ്ദം ഈ രാത്രികാലം നമ്മുടെ കാതുകളിൽ ധ്വനിപ്പാനിടയാകണം. അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കാലത്ത് സ്തോത്രസ്തുതിയുടെ വില, അതിന്റെ മഹത്വം നമുക്കറിയുവാൻ വയ്യാത്ത ഒരു കാലയളവുണ്ടായിരുന്നു. ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ മിസ്രൈമിലായിരുന്നപ്പോൾ അവിടെ ഈ സ്തോത്രസ്തുതി അവർക്കില്ലായിരുന്നു. ദൈവത്തെ അവർ അറിഞ്ഞിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവത്തെ അറിയുന്ന ഭരണകൂടവുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഫറവോൻ പറയുകയാണ്, ഇസ്രായേലിനെ വിട്ടയപ്പാൻ യഹോവയെ മനസ്സിലാക്കും. അവൻ ആരാണോ, യഹോവ ആരാണോ, ദൈവം ആരാണെന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ സ്ഥലത്താണ് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ വസിച്ചുകൊണ്ടിരുന്നത്. ദൈവമില്ലാത്ത ദേശം, പ്രാർത്ഥനയില്ലാത്ത ദേശം, സ്തോത്രസ്തുതിയില്ലാത്ത ദേശത്ത് അവർ വസിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. 5:2 പുറപ്പാട്. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. യഹോവയെ അറിയുകയില്ല, ഇസ്രായേലിനെ വിട്ടയക്കുകയില്ല. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഓർത്തുകൊള്ളണം, നാമും ഒരു കാലത്തും മിസ്രൈമിന്റെ അടിമത്തട്ടിലായിരുന്നു. മിസ്രൈമ്യ ശക്തിക്ക് അടിമയായിരുന്നു. അന്ന് സ്തോത്രത്തിന്റെ വില നമുക്കറിഞ്ഞുകൂടാ, പ്രാർത്ഥനയുടെ ശക്തി നമുക്കറിഞ്ഞുകൂടാ, നമ്മുടെ കർത്താവുമായുള്ള ബന്ധം എന്തെന്ന് നാം അറിയുവാൻ കഴിയാതെ വണ്ണം നാം വ്യാകുലപ്പെട്ട അന്ധകാരത്തിന്റെ ഇരുമ്പി ചൂളയിൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു എന്ന് മറന്നു പോകരുത്. ആയതുകൊണ്ടാണ് ആ ഇരുമ്പ് ചൂളയിൽ കിടന്ന മിസ്രൈമ്യ ജനം വിടുതൽ പ്രാപിച്ച് ഇസ്രായേൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. മിസ്രൈമിൽ പ്രാർത്ഥനയില്ല, അവിടെ സ്തോത്രമില്ല. ഇന്ന് പകൽ ഈ രാത്രികാലം തിരുസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയുണ്ടോ? നിങ്ങളുടെ ഭവനങ്ങളിൽ സ്തോത്രസ്തുതിയുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ ഇന്നും രക്ഷിക്കപ്പെട്ടവരെങ്കിലും മിസ്രൈമിന്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. അവിടെ പ്രാർത്ഥനയില്ല, സ്തോത്രസ്തുതിയില്ല, സ്വർഗീയ സന്തോഷമില്ല. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം. മിസ്രൈം എന്ന് പറയുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇരുമ്പ് ചൂളയാകുന്ന മിസ്രൈം അവിടെയായിരുന്നു. ഇരുമ്പ് ചൂളയാകുന്ന മിസ്രൈം. 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമുണ്ട്. അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു. നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്യുവിൻ. എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ആയിരിക്കും എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇരുമ്പ് ചൂളയാകുന്ന മിസ്രൈമിൽ നിന്ന് വിടുവിച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അത് നാം എപ്പോഴും ഓർത്തുകൊള്ളണം. അത് നാം ഓർക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിവില്ലാത്തവരായി, ബലഹീനരായി മാറ്റപ്പെടുവാൻ കഴിയും. സ്തോത്രസ്തുതികൾ, പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കുറഞ്ഞു പോയതിന്റെ കാരണം നമ്മുടെ നിലവാരം നാം വിട്ടുകളയുന്നു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുകയാണ്, 1-ാം അധ്യായത്തിൽ പ്രത്യേകം ഓർപ്പിക്കുന്നു, 21-ഉം 23 വരെയുള്ള വാക്യങ്ങൾ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ. ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞവരാണ്, എന്നാൽ ഇപ്പോൾ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിപ്പാനോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, നന്ദി കാണിക്കുകയോ ചെയ്യുവാൻ കഴിയാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീരുകയാണ്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. എന്തുകൊണ്ടാണ് വിശുദ്ധന്മാർ ഇങ്ങനെയുള്ളതായ ഒരു സ്തോത്ര പ്രാർത്ഥന വെച്ചത്? നമ്മുടെ ഹൃദയം ഇരുണ്ടുപോയതിൽ നിന്ന് വിടുവിക്കപ്പെടണം. സ്തോത്രം ചെയ്യുവാൻ അനേക ദൈവമക്കൾക്ക് മടിയാണ്. ഭവനങ്ങളിൽ സ്തോത്ര പ്രാർത്ഥനയില്ല. ആയതുകൊണ്ട് നമ്മുടെ ഇരുണ്ടുപോയ ഹൃദയം വിടുവിക്കപ്പെടണം. മിസ്രൈമ്യ ശക്തിക്ക് അടിമപ്പെട്ട് അന്ധകാരപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ തേജസ് പ്രകാശിച്ചുകൊണ്ട് അന്ധകാര
നിന്ന് ഈ രാത്രിയിൽ, ഈ രാവിലെ 6 മണിക്ക് മുൻപ് പൂർണ്ണമായ ഒരു വിടുതൽ പ്രാപിച്ച, ജയം പ്രാപിച്ച ദൈവത്തിന്റെ വൈതലായി നാം ജയാളികളായി മാറ്റപ്പെടുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കേണ്ടതിന് വേണ്ടിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ശരിയായ ഇരുട്ട് നമ്മുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കുടുംബത്തിൽ കാണുവാൻ കഴിയും. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. നമ്മുടെ കുടുംബത്തിലാകമാനം വലിയ ഒരു വ്യത്യാസം കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയം ഇരുണ്ടുപോകാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളണം. ഹൃദയം ഇരുണ്ടുപോയാൽ ദൈവത്തെ മഹത്വപ്പെടുവാൻ കഴിയുകയില്ല. ആയതുകൊണ്ടാണ് മുൻപേ ഓർപ്പിച്ചപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചല്ലോ, ചെങ്കടലിന്റെ അടുക്കൽ വന്ന ജനം. ദൈവത്തിന് സ്തോത്രം. മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടലിന്റെ അടുത്ത് വന്നപ്പോൾ ജനം പരിഭ്രാന്തരാകുകയാണ്, ഭയപ്പെടുകയാണ്. നോക്കുക, ഫറവോനും സൈന്യവും മുൻപിൽ ചെങ്കടൽ. ഇസ്രായേൽ നിൽക്കുന്ന ചെങ്കടലിന്റെ ആ ഭാഗം ഏറെക്കുറെ 600 മീറ്ററിൽ ചില്ലുവാനും താഴ്ചയുള്ളണം. 600 ചില്ലുവാനും മീറ്റർ താഴ്ചയുള്ള ആ ചെങ്കടലിന്റെ ആ ഭാഗത്ത് ഇസ്രായേൽ നിൽക്കുമ്പോൾ പ്രിയരെ ഓർത്തുകൊള്ളണം, ഏറെക്കുറെ 2000 അടി താഴ്ചയുണ്ട് ആ സമുദ്രത്തിന്റെ മധ്യഭാഗം. ആ സമുദ്രത്തിൽ കൂടിയാകുന്നു ദൈവത്തിന്റെ ജനത്തെ നടത്തുവാൻ സർവശക്തനായ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ആയതുകൊണ്ടാണ് തിരുവചനത്തിൽ കാണുന്നത്, ഇസ്രായേൽ ചെങ്കടൽ വഴിയായി കടന്നു വന്നപ്പോൾ അവർക്ക് ചെങ്കടൽ ഉണങ്ങിയ നിലം പോലെ കാണപ്പെടുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന് വിരോധമായി വന്ന ശത്രു ചെങ്കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് ചേറും കുഴിയുമായി മാറ്റപ്പെട്ട നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ത്യാഗം ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തീരുമാനിക്കുമ്പോൾ നിന്റെ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും നേരെയാക്കി നിന്നെ പൂർണ്ണ നിലമാക്കി അനുഗ്രഹത്തിന്റെ നിറവിൽ നടത്തുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ആയതുകൊണ്ടാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം തന്നത്. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് ദിവസം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മെ ജനത്തെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ. ഉറച്ചു നിൽപ്പീൻ. എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രവർത്തിപ്പാൻ പോകുന്നു. നാളെയല്ല, ഇപ്പോൾ തന്നെ, ഈ രാത്രിയിൽ തന്നെ, ഈ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ പ്രിയ ദൈവത്തിന്റെ വൈദ്യരെ, നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ കുഞ്ഞുങ്ങൾക്കും വിരോധമായി പോരാടുന്ന മിസ്രയീമ്യ ശക്തിയെ തകർക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. നീ ഉറപ്പുള്ളവനായി നിന്നാൽ മതി, നീ ധൈര്യത്തോടെ നിന്നാൽ മതി, നീ ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് പുറപ്പാട് ദിവസം 13-ന്റെ 13-ഉം 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. എന്താണ് അവരെ പിടിക്കുന്നത്? മരണഭീതി. ഒരു ഭാഗത്ത് മരണഭീതിയാൽ അവർ വിഷമിക്കുകയാണ്. ഒരു ഭാഗത്ത് മരണഭീതി ഉണ്ടാക്കുന്ന സാത്താൻ അല്ലെങ്കിൽ മിസ്രയീമ്യ ശക്തി, മുൻപിൽ ചെങ്കടൽ. ഭയപ്പെടേണ്ട, നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മളെ ചെങ്കടൽ കൂടി നടത്തി ഉണങ്ങിയ മരുഭൂമിയിൽ കൊണ്ടെത്തിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. നീ ഭയപ്പെടേണ്ട. നിന്റെ പ്രതികൂലങ്ങൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ ദുഃഖങ്ങളെ ഒന്നും വിഷമിക്കേണ്ട. ഇന്ന് രാത്രിയിൽ അവൻ മാറ്റുവാൻ പോകുകയാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അനേകർ മരണഭീതിയാൽ ഭാരപ്പെടുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുമ്പോൾ തന്നെ മരണഭീതിയുടെ ബന്ധനത്താൽ ബന്ധിക്കപ്പെട്ടവരെ ഞാൻ കാണുകയാണ്. പലവിധ മരണഭീതി പലരെയും ഭരിച്ചു നടത്തുകയാണ്. എന്തിനു വേണ്ടി നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു? മരണഭീതിയിലിരിക്കുന്നവർക്ക് വിടുതൽ യേശുവിന്റെ പക്കലുണ്ട്. ഇസ്രായേലിനെ ചെങ്കടൽ നടത്തിയവൻ നിന്റെ മരണഭീതിയിൽ നിന്ന് ഈ രാത്രിയിൽ വിടുവിപ്പാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
വിശ്വാസ ജീവിതം എന്ന് പറയുമ്പോൾ മരണഭീതി ഉടനെ വരികയും ഞാൻ മരിച്ചു പോകും. കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഉടനെ മരണഭീതി. ആത്മീയമായി മുന്നേറി ജീവിപ്പാൻ ഓർപ്പിക്കുമ്പോൾ ഉടനെ മരണഭീതി. എവിടെ നോക്കിയാലും മരണഭീതിയാൽ ദൈവത്തിന്റെ ജനം വ്യാകുലപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് മരണഭീതിയിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം യേശു ഇറങ്ങി വന്നിരിക്കുന്നത്. യേശു ഇറങ്ങി വന്നിരിക്കുന്നത് നിന്റെ മരണഭീതിയെ മാറ്റുവാൻ. അഭിഷേകം നിന്റെ മേൽ പകർന്നത് നിന്റെ മരണഭീതിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് ആ മരണഭീതിയിൽ നിന്ന്, ആ പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ തരുന്നത് കൊണ്ട് നിന്റെ ദൈവത്തിന് നീ സ്തോത്രം അർപ്പിക്കണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലൻ അവിടെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. കൊലോസ്യർ 1:13. അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച നിന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ നീ എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി അല്പനേരം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരുടെയും കൈ ഉയരട്ടെ. മിസ്രയീമ്യ ശക്തിയിൽ നിന്ന് വിടുവിച്ച യേശു, മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച യേശു, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച യേശു, മരണഭീതിയിൽ നിന്ന് നിന്നെ വിടുവിച്ച യേശു, നീ സന്തോഷത്തോടെ അവന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇനിയും അത് നിന്നെ തൊടുകയില്ല. ഇനിയും നീ ഭയപ്പെടേണ്ടതില്ല. മരണഭീതിയിൽ യേശു നിന്നെ വിടുവിച്ചിരിക്കുന്നു. ആ വിശ്വാസമുള്ളവർ കരമുയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ആയതുകൊണ്ടാണ് ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ വന്നപ്പോൾ മരണഭീതി വിട്ടുപോയി, വേദന വിട്ടുപോയി, ഭയം വിട്ടുപോയി. അവരൊരു പാട്ട് പാടിയത്. എന്താണ് പാട്ട്? ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നപ്പോഴും ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കും. ഭാഗ്യവാനോ നിത്യം വരെ കാത്തിടണം. ഭാഗ്യവാനോ നിത്യം വരെ കാത്തിടണം. എൻ പക്ഷമായി തീർന്നതിനോ എത്രയാണെന്നായി ഭൂമിയിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനോ എത്രയാണെന്നായി ഭൂമിയിൽ വാസം. എത്ര പാതലത്തിൽ ജീവിക്കുന്ന എത്ര പാതലത്തിൽ ജീവിക്കുന്ന ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കൂ. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കൂ. ഭാഗ്യവാനോ നിത്യം വരെ കാത്തിടണം. ഭാഗ്യവാനോ നിത്യം വരെ കാത്തിടണം. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കൂ. ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കൂ. ഭാഗ്യവാനോ നിത്യം വരെ കാത്തിടണം. 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 ഭാഗ്യകനാനിലെത്തും വരെയും നമ്മെ നടത്തുവാൻ അവൻ ശക്തനായി നമ്മോട് കൂടെ ഉണ്ട്. ആ കർത്താവിന് വീണ്ടും ഹല്ലേലൂയ പറഞ്ഞേ.
അതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, മണ്ടത്തരത്തിലല്ലേ ഇനി പറയരുത്, ശ്രദ്ധിച്ചോണം. എല്ലാവരും ശ്രദ്ധിച്ച് കർത്താവ് എന്നെ ജയത്തോടെ നടത്തിക്കൊണ്ട് ചേർക്കുമെന്ന് പ്രത്യാശയുള്ളവർ മൂന്നല്ലേലിയ പറഞ്ഞേ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിലെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, സന്തോഷപൂർണമായ ജീവിതം, അനുഗ്രഹ സമൃദ്ധിയുടെ നിറവായ ജീവിതം. ദൈവത്തിന് സ്തോത്രം. മിസ്രൈമിലായിരുന്നപ്പോൾ അവർക്ക് ദൈവമില്ല, ആരാധനയില്ല, സ്തോത്രസ്തുതിയില്ല. മരുഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശുവോട് ചേർന്നിരിക്കുന്ന സ്വർഗീയ സന്തോഷത്തിന്റെ പാട്ട്, പ്രത്യാശയുടെ പാട്ട്, ദൈവകൃപയുടെ നിറവായ ഉപദേശങ്ങൾ, ആഴമേറിയ ദൈവത്തിന്റെ ആലോചനകൾ. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ ജനത്തെ നടത്തുവാൻ നടത്തിപ്പുകാരെ കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നീ അവന്റെ വാക്ക് കേട്ട് ഇടം വലം തിരിയാതെ വണ്ണം അവന്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ടേ പോകണം. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ നിനക്ക് മുൻപായി ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, നീ എത്തേണ്ട സ്ഥാനത്തെത്തുവാൻ, നിനക്ക് ഉപദേശം തരുവാൻ, നിനക്ക് ആലോചന വരുവാൻ. വായിക്കാം പുറപ്പാട് പുസ്തകം 23-20 വാക്യം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഞാൻ ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്കു കേൾക്കുക. ഇങ്ങനെയുള്ള ദൂതന്മാർ നമുക്കുള്ളത് കൊണ്ടാണ് ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ സ്തോത്ര പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി? നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ. നീ മരുഭൂമിയിൽ പട്ടുപോകുവാനല്ല, നീ മരുഭൂമിയിൽ ഓടി ജയം പ്രാപിപ്പാൻ, നീ മരുഭൂമിയിൽ ജയാളിയായി തീരുവാൻ ദൈവം നിനക്കൊരുക്കിയിരിക്കുന്ന ആ തേജസ്സിന്റെ അവകാശം നീ പ്രാപിക്കേണ്ടതിന് നിന്നെ നടത്തുവാൻ ദൈവത്തിന്റെ ആലോചനയുമായി ദൈവത്തിന്റെ ദൂതൻ നിന്നോടുകൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് മരുഭൂമിയിൽ ദൈവത്തിന്റെ അരുളപ്പാട്, അതായത് സമയത്ത് മിസ്രൈമിൽ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ദൈവമായുള്ള ബന്ധമില്ല. ഇവിടെ ഇതാ ദൈവം അവരോടുകൂടെ. ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ദാസന്മാർ, അനുഗ്രഹത്തിന്റെ സമൃദ്ധി, ദൈവ ശബ്ദം മരുഭൂമിയിലുണ്ട്. ഇന്ന് കർത്താവിന്റെ അരുളപ്പാട് അവരോടുകൂടെ ഉണ്ട്. ആയതുകൊണ്ടാണ് പുറപ്പാട് 15:26 സൗഖ്യമാക്കുന്ന യഹോവ അവരോടുകൂടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. മിസ്രൈമിൽ ആ അനുഭവമില്ല, ദൈവത്തിന്റെ സൗഖ്യമില്ല. ഇവിടെ ഇതാ സൗഖ്യമാക്കുന്ന കർത്താവ്. പ്രിയ ദൈവത്തിന്റെ വൈതലേ, നീ മരുഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ പ്രശ്നത്തിന് പരിഹാരിയായി, നിന്റെ വേദനയ്ക്ക് വിടുതൽ തരുവാനായി യേശു നിന്നോടുകൂടെ ഉണ്ട്. അവൻ നിന്റെ സൗഖ്യദാതാവാണ്, അവൻ എന്റെ സൗഖ്യദാതാവാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോർക്കും പറയുവാൻ കഴിയും, യേശു എന്റെ സൗഖ്യദാതാവ്. നിങ്ങളുടെ ഉള്ളം തുറന്ന് പറയുവാൻ കഴിയുമോ? യേശു എനിക്ക് സൗഖ്യദാതാവാണ്. ഒന്ന് വായി തുറന്ന് പറഞ്ഞേ. എല്ലാവരും അത് വിശ്വസിക്കുന്നവരെല്ലാം വാ തുറന്ന് പറഞ്ഞേ, യേശു എനിക്ക് സൗഖ്യദാതാവാണ്. അതുകൊണ്ടാണ് 15-26 വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളിച്ചെയ്തു. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, സൗഖ്യമാക്കുന്ന ശക്തി ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദിവസം തോറും. ദൈവത്തിന് സ്തോത്രം. ദിവസം തോറും അവൻ എന്നെ ഉയർപ്പിക്കും ശക്തിയാൽ ബലപ്പെടുത്തുന്നു. നിങ്ങളെയും അവൻ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുന്ന ഓരോരുത്തരെയും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വേദനകളെ അവൻ അകറ്റുന്നു, നിങ്ങളുടെ ശരീരത്തിന്റെ ക്ലേശങ്ങളെ അവൻ അകറ്റുന്നു. സൗഖ്യമാക്കുന്നവന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ജയത്തോടെ നമ്മുടെ ഓട്ടത്തെ ഓടാം. ദൈവത്തിന് സ്തോത്രം. 41 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, 41 സങ്കീർത്തനം, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും.
രോഗശയ്യയിൽ താങ്ങുന്നവൻ. നിന്റെ ഭവനത്തിൽ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി അവരുടെ അടുക്കൽ ചെന്നവരെ സൗഖ്യമാക്കും. നീ വിടുതൽ കാണുവാനിടയായി തീരും. ദൈവത്തിന്റെ സ്തോത്രം. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. ആർക്കാണ് കൃപ തോന്നുവാൻ? ന്യായപ്രമാണത്തിനല്ല, കരുണയും കൃപയുമുള്ള യേശു സൗഖ്യദാതാവ്. ഹല്ലേലൂയ! എന്റെ യേശു എന്നെ സൗഖ്യമാക്കുന്നവനാണ്. എത്രയോ സന്ദർഭങ്ങളില് യേശു എന്നെ സൗഖ്യമാക്കി. അവൻ സൗഖ്യദാതാവാണ്. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തരികയാണ്. അങ്ങനെ സൗഖ്യം പ്രാപിച്ച ദൈവത്തിന്റെ ജനം നമുക്ക് അല്പനേരം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ! സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരുടെ കൈ ഉയരട്ടെ, സ്തോത്രം ചെയ്യാം. അവൻ ഇന്നും നമ്മെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സൗഖ്യമാക്കും യഹോവ എൻ പിതാവ്. സൗഖ്യമെന്റെ അവകാശം സംശയവുമില്ല. സൗഖ്യമാക്കും യഹോവ എൻ പിതാവാകയാൽ. 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 സൗഖ്യമെന്റെ അവകാശം സംശയവുമില്ല. മക്കളെ, ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ബലഹീനരുണ്ടെങ്കിൽ, രോഗികളുണ്ടെങ്കിൽ, സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ അവരെ തൊടണം. അതുകൊണ്ട് നമുക്ക് വീണ്ടും ആ കോറസ് പാടി ഒന്ന് ആത്മാവിൽ നിറയാം. സൗഖ്യമാക്കും യഹോവ എൻ പിതാവാകയാൽ. സൗഖ്യമെന്റെ അവകാശം സംശയവുമില്ല. 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 യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. 57-ന്റെ 18-ഉം 19-ഉം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വഴികളെല്ലാം അവൻ കാണുകയാണ്. നിന്റെ വിചാരങ്ങളെ, നിരൂപണങ്ങളെ അവൻ അറിയുന്നു. എന്നാണ് അവൻ നമ്മെ ഓർപ്പിക്കുന്നത്? ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. നമ്മുടെ ദൈവം നമ്മെ സൗഖ്യമാക്കും. നമ്മുടെ കർത്താവ് വേറെ ആരെയാണ് സൗഖ്യമാക്കേണ്ടത്? എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കണം. നിന്റെ ഉള്ളം നന്നായി പറയട്ടെ, നല്ലതുപോലെ നിന്റെ ഉള്ളം പറയട്ടെ. എന്റെ ദൈവമേ, എന്നെ നീ നന്നായി അറിയുന്നു. എന്നെ നീ സൗഖ്യമാക്കണമേ. എന്റെ വേദനകളെ മാറ്റണമേ. എന്നെ ക്ഷീണിപ്പിക്കുന്ന, എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗബന്ധനത്തിന്റെ കെട്ടുകളെ എന്നിൽ നിന്ന് അകറ്റി എനിക്ക് വിടുതൽ തരണമേ കർത്താവേ. എന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഇപ്പോൾ നിന്റെ ഉള്ളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. അവൻ നിന്നെ സൗഖ്യമാക്കും, അവൻ നിന്നെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. നീ വിടുതലുള്ളവനായി ജയാളിയായി ദൈവത്തിന്റെ കരങ്ങളിൽ കാണപ്പെടുവാനിടയാക്കി തീർക്കും. ആയതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ യേശു കർത്താവ് അവൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ നമുക്ക് വിടുതലാണ്. ഈ രാത്രിയിൽ അവൻ കൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവകാശമാക്കി എടുക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ തുരത്തുന്ന കർത്താവ്. പൈശാചിക ശക്തിയുടെ ബന്ധനങ്ങൾ, പൈശാചിക പോരാട്ടങ്ങളാൽ ആർ വ്യാകുലപ്പെടുന്നുവോ ആ വ്യാകുലത്തിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്ന യേശുവാകുന്നു നമ്മുടെ കർത്താവ്. എല്ലാ ബന്ധനത്തിന്റെ കെട്ടുകളെയും തകർക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടപ്പോൾ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന. പ്രിയ ദൈവത്തിന്റെ വൈതലേ, ഇന്നിവിടെ കൂടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ സ്വരം, ആ പ്രാർത്ഥനയുടെ വിമ്മിഷ്ടം ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ബന്ധനത്തിലും കെട്ടുകളിലും ഇരിക്കുന്നവർക്ക് വിടുതൽ ഇന്ന് രാത്രികാലം ഉണ്ടാകുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. ജനങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതേ ഉള്ളൂ, അവരറിയുന്നില്ല ദൂതൻ വരുന്നത്. ദൂതൻ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ കെട്ടുകൾ മാറി, ചങ്ങലകൾ നിലത്ത് വീണു. പ്രിയ ദൈവത്തിന്റെ വൈതലേ, ഇന്ന് ഏത് ബന്ധനത്തിലും ഏത് കെട്ടിലും നീ അകപ്പെട്ടിരിക്കുന്നുവോ, പിശാച് നിന്നെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന ആ കെട്ടിൽ നിന്ന് വിടുവിപ്പാൻ സ്വർഗത്തിൽ നിന്ന് തന്റെ ദൂതനെ അയക്കുകയാണ്, നിനക്ക് വിടുതൽ തരുവാൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കാം, 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഓർപ്പിക്കുകയാണ്. 12-ാം അധ്യായം കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. അവന്റെ കെട്ടപ്പെട്ട ചങ്ങല കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ്. പ്രിയ ദൈവത്തിന്റെ വൈദ്യരെ, കൈ ഉയർത്തുവാൻ വിഷമമായി നീ ചിലപ്പോൾ കൈ കെട്ടപ്പെട്ടവനായി വന്നിരുന്നേക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ, നിന്നെ സ്തോത്രസ്തുതി ഉയർത്തുവാൻ കഴിയാതെ നാക്ക് കെട്ടപ്പെട്ടവനായി ഇന്നിവിടെ വന്നിരുന്നേക്കാം. എങ്കിലും ദൈവം തന്റെ ദൂതനെ അയച്ചിരിക്കുകയാണ് നിന്റെ നാക്കിന്റെ കെട്ടുകളെ തകർക്കുവാൻ, കൈകാലുകളുടെ കെട്ടിനെ തകർക്കുവാൻ. പത്രോസിന്റെ കെട്ട് തകർത്ത് അവനെ വെളിയെ കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് ഈ രാത്രികാലം നിന്റെ ബന്ധനത്തിന്റെ കെട്ടുകളെ അഴിക്കുവാൻ പോകുകയാണ്, വിടുതൽ തരുവാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി അല്പനേരം സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുമ്പലിയൂരിൽ 1ാമത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ 88-ൽ നമുക്ക് വിരോധമായി മനുഷ്യർ എഴുന്നേറ്റു, ദേശം എഴുന്നേറ്റു, പട്ടണം എഴുന്നേറ്റു. ആയിരങ്ങൾ ലക്ഷോവിലക്ഷം നോട്ടീസ് പരസ്യം ചെയ്ത് ഇവരുടെ പ്രവർത്തനത്തെ തടസ്സം ചെയ്യണം. അവരെ അതിപ്രധാനമായിട്ട് എഴുതിയിരുന്നത്, അവർ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതബാധിതരും രോഗികളും സൗഖ്യമാകും, അത് ഈ ദേശത്തൂടെ നടമാടി ദേശവാസികളായ നമ്മളുടെ മേൽ കയറും, അതുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് എതിർത്ത് നിൽക്കണം. ലോകമനുഷ്യന്റെ ചിന്തയാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചികവാദ വിടും, രോഗസൗഖ്യമുണ്ടാകും, അത് നമ്മുടെ ദേശത്തൊക്കെ വരും, നമ്മളെ അടിമയാക്കി കളയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ സമയത്ത് നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്സാഹമില്ലാതെ ഉറങ്ങി തൂങ്ങി മയങ്ങി പില്ലറെ മുത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഓർത്തുകൊള്ളണം, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലാണ് വരുവാൻ പോകുന്നത്. വിടുവിക്കുന്നവന്റെ കരം നീട്ടുമ്പോൾ നിന്റെ മേൽ ആ ദുഷ്ടശക്തി കയറാതെ വണ്ണം എല്ലാവരും ശബ്ദമുയർത്തി ഒരൽപ്പനേരം സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നിങ്ങളുടെ അടുത്തിരുന്ന് ഉറങ്ങുന്ന ഒരാളെ തട്ട്, ഇച്ചിരി വൈരാഗ്യത്തോടെ. 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ തലകുത്തി ഉറങ്ങിക്കൊണ്ടിരിക്കും. അവരിലിരിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ മേൽ കയറും. അതുകൊണ്ട് ഓർത്തു കൊള്ളണം, ഇത് ഭയങ്കര വൈശാചിക ശക്തിയാണ്. തൊടുന്നവനെ പിടിക്കും. നീ നിന്റെ കാര്യം നോക്ക, നിന്റെ വിശ്വാസം ശക്തിപ്പെടുത്ത, നിനക്ക് വിടുതലുണ്ടാകട്ടെ. നീ വിടുവിക്കപ്പെട്ടവനായി ജയാളിയായി തീരാ. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, നീ സ്തോത്രം ചെയ്ത് വിടുതൽ പ്രാപിക്ക. ദുഷ്ടശക്തി നിന്നെ വിട്ട് ഓടട്ടെ. അതിനായി കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും സ്തോത്രം ചെയ്ത് 18-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എങ്ങനെ ഓർപ്പിക്കുകയാണോ? 18-ാം സങ്കീർത്തനം 6-ാം വാക്യം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നീ വന്നോ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. അതുമാത്രമല്ല, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചോ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവ പൈതലേ നിന്നെ കൊണ്ടുവന്നതോ, നീ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയാണോ? നീ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? തളർന്നു പോകുന്ന ഭാരങ്ങളാൽ ദുഃഖിതനായിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ മാറ്റുവാൻ, നീ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ വ്യാകുലത്തെ നീക്കുവാൻ, നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവം, ആ ദൈവമാണ് നിന്റെ ദൈവം. ആ കർത്താവാണ് നിന്റെ കർത്താവ്. അവനാകുന്നു നിന്നെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചവൻ. ഹല്ലേലൂയ. അവൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഞാൻ കഴിച്ച അപേക്ഷ അവൻ കേട്ടിരിക്കുന്നു. ഒന്നിട്ട് വായിക്കാം വാക്യം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. അവന്റെ ചെവിയിലെത്തി. ഈ ഹാളിലിരുന്നു കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ഉരുവിടുന്ന ഓരോ വാക്കുകളും അവന്റെ സന്നിധിയിലെത്തുകയാണോ? ദൂതൻ നിന്റെ മുൻപിൽ നിൽക്കുകയാണോ? നീ പറയുന്ന വാക്കുകൾ തിരുസന്നിധിയിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ മധ്യേ ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപം സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ മധ്യേ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആയതുകൊണ്ട് എന്ത് ചെയ്യരുത്? ദൂതന്റെ മുമ്പിൽ തലയാട്ടി കാണിക്കരുത്, മൗനമായിരിക്കരുത്, ക്ഷീണിച്ചവരെ പോലെ ഇരിക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. രാവിലെ 6 മണി വരെയുള്ള അനുഭവം 1 മണിക്കൂറെ പോലെയാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടിങ്ങനെ ക്ഷീണിക്കില്ല, തളരുകില്ല, തൻ കൃപയെന്നാശ്രയം. ഞാൻ ക്ഷീണിക്കില്ല, തളരുകില്ല, തൻ കൃപയെന്നാശ്രയം. പറന്നു പറന്നു ഞാൻ ഉയർന്നിടുമേ, പരനാവിധബലമെനിക്കേകിടും. പറന്നു പറന്നു ഞാൻ ഉയർന്നിടുമേ, പരനാവിധബലം എനിക്കേകിടും. ക്ഷീണിക്കില്ല, തളരുകില്ല, തൻ കൃപയെന്നാശ്രയം. ഞാൻ 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 ക്ഷീണിക്കില്ല, തളരുകില്ല, തൻ കൃപയെന്നാശ്രയം. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകാത്ത ഒരു ദൈവത്തിന്റെ പാദപീഠം. നിന്നെ ക്ഷീണിപ്പിക്കത്തില്ലവൻ. നീ തളർന്നു പോകുവാൻ അവൻ അനുവദിക്കും.
ഓർപ്പിക്കുകയില്ല. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഓർപ്പിക്കുകയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയത്. ഓ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ, മറ്റുള്ളവരുടെ മുൻപാകെ, നിന്റെ സ്വജനത്തിന്റെ മുൻപാകെ ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ലജ്ജിച്ചു പോകാതെ വണ്ണം നിന്നെ നടത്തുന്നത്? എന്തുകൊണ്ടാണ്? 4-ാം വാക്യം, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ച. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായി മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം പലവിധ തടസ്സങ്ങൾ, ഭയങ്ങൾ നിന്റെ ജീവിതത്തെ ആഞ്ഞമർത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനം കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യോർദാനെ കണ്ടവർ കലങ്ങുകയാണ്, ഭയപ്പെടുകയാണ്. യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ എന്താണ് അവിടെ പറയുന്നത്? അവിടെ ദൈവത്തിന്റെ വചനം അരുളപ്പാട് കൊടുക്കുന്നു. ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുൻപോട്ട് ചെന്ന് ആ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ കലങ്ങി മറിഞ്ഞ് ശക്തിയോടെ ഹൂക്കോടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ യോർദാൻ രണ്ടായി പിരിയുകയാണ്. എന്തുകൊണ്ടാണ്? കലക്കത്തിന്റെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ നിന്നെ സഹായിപ്പാൻ ദൈവത്തിന്റെ വിശുദ്ധന്മാർ, ദൈവത്തിന്റെ ആലോചനയുമായി കർത്താവിന്റെ ദൂതന്മാർ നിന്നോടുകൂടെ ഉണ്ട്. അവന്റെ ആജ്ഞ നീ കേട്ടുകൊള്ളണം, അവന്റെ ആജ്ഞ അനുസരിക്കണം. അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നീ കലങ്ങി മറിഞ്ഞ് താളടിയായി തീരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ വെച്ചപ്പോൾ 3-13 വാക്യം, സർവ്വഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. പ്രിയ ദൈവത്തിന്റെ പൈതലേ, കഷ്ടം സഹിച്ചുകൊണ്ട്, വേദന സഹിച്ചുകൊണ്ട്, സാരമില്ല എന്ന് കണ്ടുകൊണ്ട് ദൈവജനത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ആ നിയമപ്പെട്ടവൻ ചുമന്നു കേൾക്കുന്ന പുരോഹിതന്മാർ നമുക്ക് മുൻപിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ സന്തോഷത്തോടെ ഉണങ്ങിയ നിലത്തുകൂടെ ഈ യോർദാനെ കടക്കുവാനിടയായത്. എങ്ങനെ യോർദാനെ കടക്കും? ഭീകരമായ അന്തരീക്ഷം, ഇളകി മറിഞ്ഞടിച്ചു ഒഴുകുന്ന വലിയ ഒഴുക്ക്. ആ പോരാട്ടത്തിന്റെ മധ്യേ നമുക്ക് മുൻപിൽ നിൽക്കുന്ന വിശുദ്ധന്മാർ കാൽപാദം വെച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറി നീ ഉണങ്ങിയ നിലത്തൂടെ മറുകര കടക്കുകയാണ്, കനാൻ ദേശത്തെത്തിച്ചേരുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇതേ അനുഭവത്തിലാണ് പ്രിയ ദൈവത്തിന്റെ വൈദ്യരെ നമ്മുടെ വിശുദ്ധന്മാർ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് നീ കലങ്ങി മറിയണ്ട, നീ ഭയപ്പെടേണ്ട. ആയതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നത്, ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ സ്തോത്രം. ദൈവദാസൻ മുൻപേ ഓർപ്പിച്ചതുപോലെ അതേ വചനം അടുത്തതായിട്ട് 43-2 നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയാതെ വണ്ണോ, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. നീ തീയിൽ കൂടി കടക്കേണ്ട സന്ദർഭം വരും. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ നിന്റെ മേൽ അതിലുപരിയായ ഒരഗ്നി അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. നിന്റെ മേലൊരഗ്നി അഭിഷേകമുണ്ട്. ലോകത്തിന്റെ തീജ്വാലയെ ദഹിപ്പിച്ചു കളയുന്ന തീ നിന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തിയൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ആയതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാർ തീജ്വാലയിൽ വീണപ്പോൾ ആ തീ ദഹിപ്പിക്കാഞ്ഞത്. അവിടെ ഉള്ളത്തിൽ ദൈവം കൊടുത്തതായ ഒരു തീയുടെ ശക്തി ഉണ്ട്. ഇന്ന് രാത്രികാലം നിന്റെ മേൽ ആ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്തിനു വേണ്ടി? നിന്നിലുള്ള പോരായ്മകളെ പരിഹരിക്കുവാൻ, നിന്നിലുള്ള പോരാട്ടങ്ങളെ എരിച്ചു കളയുവാൻ,
നിന്റെ പരിശോധനകളെ നീക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. അത് നിന്റെ ഭയങ്ങളിൽ നിന്നും വിടിവിപ്പാൻ ആയതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ നാം വായിച്ചത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഭയപ്പെടേണ്ട, ഉത്തരമരുളുന്നവൻ ഈ മരുഭൂമിയിൽ ഈ രാത്രികാലം നമ്മോടുകൂടെ ഉണ്ടോ? വായിക്കാടുന്നു. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. യോർദാനെ കണ്ടു ഭയപ്പെടേണ്ട, ചെങ്കടലിനെ കണ്ടു ഭയപ്പെടേണ്ട, മിസ്രയീമിന്റെ ശക്തിയെ കണ്ടു ഭയപ്പെടേണ്ട. ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നു. നിന്നെ ഞാൻ നടത്തുവാൻ ശക്തനായവൻ. എവിടം വരെയാണോ? കനാനിൽ കൊണ്ടെത്തിക്കും വരെയും സ്വർഗീയ യെരൂശലേമിൽ ചെന്ന് ചേരും വരെയും നിന്നെ നടത്തുവാൻ ശക്തനായ ദൈവമായി, നിന്റെ വീണ്ടെടുപ്പുകാരനായി ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആയതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ആയതുകൊണ്ടാണ് 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേ. ഒരുത്തരുമില്ല. സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ്? ദിവസം തോറും ദിവസം തോറും ദിവസം തോറും അവനെ ഞാൻ രുചിച്ചറിയുകയാണ്. ആ രുചി എന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകുകയില്ല. ആയതുകൊണ്ട് നമുക്ക് അല്പനേരം സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നല്ലവനെന്ന് രുചിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ പാട്ട് പാടാൻ കഴിഞ്ഞത്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ പാട്ട് പാടാം.